സാധാരണ ഈ വർഷങ്ങളുടെ വൈരാഗ്യമൊക്കെ ഉള്ളവരെ കൊല ചെയ്യുക, ഉപദ്രവിക്കുക എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പരിചയമില്ലാതെ പെട്ടെന്ന് കാണുന്ന ഒരു വ്യക്തിയെ പെട്ടെന്നുണ്ടായ ഒരു 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 പ്രകോപനത്തിന്റെ പേരിൽ കൊല്ലുക എന്നൊക്കെ പറയാൻ നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. അപ്പോഴും ആ അമ്മ പറയുന്നത് കൈയും കാലും തല്ലി ഒടിച്ചെങ്കിലും സഹിക്കാമായിരുന്നു. നമ്മുടെയൊക്കെ കയ്യിലോ കാലിലോ ഒരു മുള്ളു കൊള്ളുന്നതോ പോറലോ ഒന്നും വരുന്നത് സഹിക്കാൻ പറ്റാത്ത അമ്മമാരാണ്. അപ്പോൾ അതുമാത്രമല്ല, വലിയ രീതിയിലുള്ള ധാർമ്മിക രോഷം നമ്മുടെ പ്രേക്ഷകർ കമൻറ്റ് ബോക്സിലൊക്കെ തന്നെ ഇന്നലെ ഈ വാർത്ത വരുമ്പോൾ നമ്മൾ കണ്ടുന്നുള്ളത്. എല്ലാ അമ്മമാരും മാത്രമല്ല, പൊതുവെ ഈ ഒരു വിഷയത്തിനോട് എല്ലാവരും ആ രീതിയിലാണ്, ഇവർക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണം എന്നുള്ള രീതിയിൽ. കാരണം ഇത് നമ്മുടെ കേരളത്തിലാണോ ഇത് സംഭവിക്കുന്നത് എന്നുള്ള ആശ്ചര്യവും ഒരു നടുക്കമൊക്കെയാണ് നമ്മൾ ഈ വാർത്തകൾ കേൾക്കുമ്പോഴുണ്ടാകുന്നത്. അപ്പോൾ ഈ കാറുകൾ തമ്മിൽ തട്ടി ഉരസിയുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു അതിക്രൂര കൊലപാതകത്തിൽ കലാശിച്ചത്. അപ്പോൾ ജോലിക്ക് പുറപ്പെട്ട ഐവിൻ കൊല ചെയ്യും മുൻപ് നേരിട്ടത് ഈ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ഈ 24 വയസ്സ് മാത്രമുള്ള പയ്യൻ നേരിട്ടത് കൊടിയ പീഡനങ്ങളാണ്. സമയം രാത്രി 10 മണി. ജോലി സ്ഥലത്തേക്ക് ഈ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ഐവിൻ. ഈ സ്ഥലത്ത് വച്ച് ഐവിന്റെ ഈ വാഹനത്തെ വിനയ് കുമാറും മോഹനനും സഞ്ചരിച്ച വാഹനം ഓവർടേക്ക് ചെയ്യുന്നു. ഈ ഓവർടേക്കിങ്ങിനിടയിൽ ഈ വിനയ് കുമാറിന്റെയും മോഹന്റെയും വാഹനം ഐവിന്റെ വാഹനത്തിന്റെ ഈ മിററിൽ ഒന്ന് തട്ടുന്നു. ഇതായിരുന്നു ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. വാഹനങ്ങൾ തമ്മിൽ ഉരസിയതോടെ ഇരുവരും തമ്മിൽ തർക്കമാകുന്നു. ഈ തർക്കം വാഹനത്തിന് പുറത്തേക്കെത്തുന്നു. അത് വലിയ വാക്കേറ്റത്തിലും ഒടുവിൽ കയ്യാങ്കളിയിലും അവസാനിക്കുന്നു. ഐവിനെ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു CISF ഉദ്യോഗസ്ഥർ. അതിനുവേണ്ടി തങ്ങളുടെ കാർ CISF ഉദ്യോഗസ്ഥർ ഈ വഴിയിലേക്ക് പിന്നോട്ടെടുക്കുന്നു. ഇവർ രക്ഷപ്പെടുന്നത് മനസ്സിലാക്കിയ ഐവിൻ കാറിന് മുന്നിൽ കയറി നിന്ന് ഇവരെ തടുക്കാൻ ശ്രമിക്കുന്നു. CISF ഉദ്യോഗസ്ഥരെ തടുക്കാൻ ശ്രമിച്ച ഐവിനെയും ബോണറ്റിലിരുത്തി ഇതുവഴിയാണ് ഈ വാഹനം ചീറിപ്പാഞ്ഞു പോയത്. ഐവിനുമായി ചീറിപ്പാഞ്ഞ വാഹനത്തെ ഈ ജംഗ്ഷനിൽ വെച്ച് ചില ആളുകൾ കാണുന്നു. അവർ തങ്ങളുടെ ബൈക്കിൽ ഈ വാഹനത്തെ പിന്തുടരുന്നു. ഇരുചക്ര വാഹനങ്ങൾ പിന്തുടർന്നതോടെ ഐവിനുമായി അതിവേഗത്തിലെത്തിയ CISF ഉദ്യോഗസ്ഥരുടെ വാഹനം ഇവിടെ വച്ച് സഡൻ ബ്രേക്ക് ഇടുന്നു. ഈ സഡൻ ബ്രേക്കിൽ ബോണറ്റിലുണ്ടായിരുന്ന ഐവിൻ റോഡിലേക്ക് തെറിച്ചു വീഴുന്നു. റോഡിൽ കിടന്ന ഐവിന്റെ ശരീരത്തിലൂടെ ഈ വാഹനം കയറി മുന്നോട്ടു പോകുന്നു. ഐവിന്റെ ശരീരത്തിലൂടെ മുന്നോട്ട് നീങ്ങിയ വാഹനത്തെ നാട്ടുകാർ തടയുന്നു. വാഹനത്തിലുണ്ടായിരുന്ന മോഹൻ ഓടി രക്ഷപ്പെടുന്നു. വിനയ് കുമാർ നാട്ടുകാരുടെ പിടിയിലാകുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഐവിനെ ആംബുലൻസിലും വിനയ് കുമാറിനെ പോലീസ് ജീപ്പിലും ആശുപത്രിയിലേക്ക് മാറ്റി. ഗുരുതരമായി പരിക്കേറ്റിരുന്ന ഐവിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു. മൃഗീയമായ മർദ്ദനത്തിനാണ് ഐവിൻ ഇതിനിടയിൽ ഇരയായത്. വിനയ് കുമാറിന്റെ ഇടിയിൽ ഐവിന്റെ മൂക്കിന്റെ പാലം തകർന്നിരുന്നു. ചെറിയൊരു തർക്കത്തിന്റെ പേരിലാണ് ഐവിൻ എന്ന 24 വയസ്സുകാരനെ 2 CISF ഉദ്യോഗസ്ഥർ ചേർന്ന് മൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഐവിന്റെ മാതാവും പിതാവും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ശക്തമായ നിയമ നടപടിയാണ്. ക്യാമറാമാൻ അനുവിനൊപ്പം റാഫി കരീം, 24 കൊച്ചി.